സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച് മലയാളികൾക്ക് പരിചിതരായ നടനാണ് നിതിൻ ജേക്കബ് ജോസഫ്. ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത മഞ്ഞൾ പ്രസാദം എന്ന പരമ്പരയിലൂടെയാണ് അദ്ദേഹം സീരിയലുകളിൽ അഭിനയിച്ചു തുടങ്ങിയത്. പിന്നീട് ഏഷ്യാനെറ്റിലെ നീലക്കുയിൽ എന്ന സീരിയലിലൂടെയാണ് നിതിൻ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ശേഷം മഴവിൽ മനോരമയിലെ ജീവിത നൗക, സൂര്യ ടിവിയിലെ കളിവീട് എന്ന സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. അനുരാഗ കരിക്കിൻ വെള്ളം, ദി ഗ്രേറ്റ് ഫാദർ എന്ന സിനിമകളിലും നടൻ അഭിനയിച്ചിട്ടുണ്ട്. കല്ലു പെൻസിലിലും എന്ന ഫീച്ചർ ഫിലിമിലും നായകനായി എത്തിയതും നിതിൻ ജേക്കബ് ജോസഫ് ആയിരുന്നു. ആ ചിത്രത്തിന് 2024 സോഷ്യൽ മെസ്സേജിനുള്ള ഫിലിം ക്രിറ്റിക്കൽസ് അവാർഡ് ലഭിച്ചിരുന്നു. ഈ അവാർഡ് ലഭിച്ചതിനെ കുറിച്ചും നടൻ മമ്മൂട്ടിയുടെ കോളിനെ കുറിച്ചും പറയുകയാണ് നിതിൻ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. അത് വിഷുവിന്റെ സമയമായിരുന്നു. ഞാൻ സാധാരണ ഫോൺ സൈലന്റ് ആക്കിയിട്ടാണ് വെക്കാറുള്ളത്. അതുകൊണ്ട് രാവിലെ കോൾ വന്നാലും ഞാൻ അറിയില്ല. വീട്ടിലുള്ള ദിവസങ്ങളിൽ നേരം വൈകിയാണ് ഞാൻ എഴുന്നേക്കാറുള്ളത്. അന്നത്തെ ദിവസം എന്നത്തെയും പോലെ വീട്ടിലായതുകൊണ്ട് ഞാൻ വൈകിയാണ് എഴുന്നേറ്റത്. ഫോൺ നോക്കിയപ്പോൾ കുറെ മിസ് കോൾ ആണ് കാണുന്നത്. അതിൽ പലതും അറിയാത്ത നമ്പറുകൾ ആയിരുന്നു. ടിവിയിൽ നോക്കിയപ്പോൾ ഫിലിം ക്രിറ്റിക്കൽസ് അവാർഡ് പ്രഖ്യാപിച്ചതായി കണ്ടു. അതോടെ ഇതിൽ എന്തെങ്കിലും ഒരു അവാർഡ് നമുക്ക് കിട്ടാതിരിക്കില്ല എന്ന് തോന്നി. ഞാൻ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്തു നോക്കി. അപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് അവാർഡ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ വിളിച്ചത് ഈ സിനിമയുടെ എഴുത്തുകാരനായ ഉണ്ണിച്ചേട്ടനെ ആയിരുന്നു. അറിഞ്ഞപ്പോൾ മുതൽക്കേ അദ്ദേഹത്തിനെ പലരും വിളിക്കുന്നുണ്ട് എന്നായിരുന്നു ചേട്ടൻ പറഞ്ഞത്. എന്നെ വിളിച്ചവരുടെ കൂട്ടത്തിൽ മമ്മൂക്കയും ഉണ്ടായിരുന്നു. ഞാൻ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ നായകനായി അഭിനയിച്ച പടമാണ് എന്ന് പറഞ്ഞായിരുന്നു മെസ്സേജ് അയച്ചത്. അതിന് മമ്മൂക്ക എനിക്കൊരു തംസപ്പ് അയച്ചു. അപ്പോൾ ഞാൻ കരുതിയത് അതൊരു തംസപ്പിൽ ഒതുക്കി എന്നായിരുന്നു. ഞാൻ എന്നെ വിളിച്ച ഓരോരുത്തരെയായി തിരിച്ചു വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആയിരുന്നു ആ വന്ന കോളിൽ ഒന്ന് മമ്മൂക്കയുടേത് ആയിരുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മറ്റൊരാളുടെ നമ്പറിൽ നിന്നായിരുന്നു എന്നെ വിളിച്ചത്. നിതിൻ ജേക്കബ് ജോസഫ് പറയുന്നു.